ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഘോര യുദ്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രഷർ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുകയാണെങ്കിൽ നിങ്ങളോളം മണ്ടൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറയേണ്ടി വരും. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കൃത്യവും വ്യക്തവുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ നിലപാട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ ബോംബിട്ടപ്പോൾ അവിടെ 180 കുട്ടികളുള്ള ഒരു സ്കൂളിലാണ് ബോംബിട്ടതെന്നും അങ്ങനെ ബോംബ് വന്ന് വീണ 180 സ്കൂളിലെ കുട്ടികളെ ഇസ്രായേൽ കൊന്നുവെന്നും അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു കലാപത്തിനുള്ള വലിയ ശ്രമം ഇന്ത്യയിൽ നടക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ വീണ്ടും ഇസ്രായേലിനെ വിളിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്, നമ്മുടെ പിന്തുണ അറിയിച്ചിരിക്കുകയാണ്, നമ്മുടെ ആശങ്കകൾ അറിയിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഭീകരവാദികളായിട്ടുള്ള ഒരു രാജ്യങ്ങൾക്കും പിന്തുണയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും ഖമേനി എന്ന് പറയുന്ന ഭീകരവാദി ഇന്ത്യ ഏത് സമയത്തും ഇന്ത്യയുടെ കശ്മീരിനെതിരെ നിന്ന ഒരു ഭീകരവാദിയാണ്. അതായത് കശ്മീർ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഖമേനി. ഇന്ത്യയുടെ പുറത്ത് ഒരു നുള്ള് മണ്ണ് വാരിയിട്ട് നോവിച്ചാൽ പോലും ഇനി ഇന്ത്യ ക്ഷമിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഖമേനി എന്ന് പറയുന്ന ഭീകരവാദിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അർപ്പിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ. ഖമേനിക്ക് അനുശോചനം അർപ്പിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഇറാനുമായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഖമേനി ഭീകരവാദിയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. UAE എന്ന് പറയുന്ന രാജ്യത്തിനും ഇസ്രായേലിനും, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഇസ്രായേലിനും കൃത്യമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഇവരുടെ കൂടെ നിൽക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ പിന്തുണയില്ല, അതായത് ഇന്ത്യയുടെ പിന്തുണയില്ല എന്നുള്ളത് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യമാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിനും ഇന്ത്യ പിന്തുണ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഖത്തറിന് പിന്തുണയില്ല, സൗദിക്ക് പിന്തുണയില്ല, കുവൈറ്റിന് പിന്തുണയില്ല. അതേസമയം ഭീകരവാദികളെ എതിർക്കുന്ന, ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന, ഇന്ത്യയുടെ ജനങ്ങൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന UAEക്ക് ഇന്ത്യ കൃത്യമായി പിന്തുണ കൊടുത്തിട്ടുണ്ട്. തീവ്രവാദികൾക്ക് അഭയവും പണവും നൽകുന്ന അറബ് രാജ്യങ്ങൾക്ക് പിന്തുണയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളോട്. എന്തായാലും ഇന്ത്യയുടെ നിലപാട് കൃത്യമാണ്, വ്യക്തമാണ്. ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ. ഒരു രാജ്യത്തിന് ഇത്രയധികം ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കുമോ? അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരു രാജ്യങ്ങൾക്കും ഇന്ത്യ പിന്തുണ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.